ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ പാർട്ട് 1 ബുക്കാണ്. ഞാൻ എഴുതിയിട്ടുള്ള നോട്ടിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ലെസനാണ് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. തണ്ട്, വേര്, ഇല ഈ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലേയറിംഗ് ടെക്നിക്കിലൂടെ വളർത്തിയെടുക്കുന്ന ചെടികളാണ് പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട. ലേയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കലിലൂടെ വളർത്തിയെടുക്കുന്ന ചെടികളാണ് പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട. പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. രണ്ട് ചെടികളും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. വേരോട് കൂടിയെടുക്കുന്ന ചെടിയെ അറിയപ്പെടുന്നത് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം എന്ന പേരിലാണ്. വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം. ഏത് കൊമ്പാണോ ഒട്ടിക്കുന്നത് ആ ഒട്ടിക്കുന്ന കൊമ്പിനെയാണ് സയൻ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് പറയുന്നത്. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കലാണ്. മുകുളം ഒട്ടിക്കൽ രീതിയിലൂടെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ടോൾ വെറൈറ്റിയിലുള്ള തെങ്ങുകളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. ടോൾ വെറൈറ്റിയിലുള്ള തെങ്ങുകളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. ഈ തെങ്ങിൽ പച്ച തേങ്ങയാണ് കാണുന്നത്. ഡോർഫ് വെറൈറ്റി തെങ്ങുകൾക്ക് ഉദാഹരണമാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗാബോന്തം. ഡോർഫ് വെറൈറ്റി തെങ്ങുകളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോന്തം. ഈ തെങ്ങിൽ കാണപ്പെടുന്നത് മഞ്ഞ നിറത്തിലോ ഓറഞ്ച് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലോ ഉള്ള തേങ്ങകളാണ്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സങ്കര ഇനം തെങ്ങുകളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് T/D വെറൈറ്റിയാണ്. ടോളും ഡോർഫും ചേർന്ന വെറൈറ്റിയാണ്. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നാണ് ചന്ദ്രലക്ഷ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ്. T/D ആണ്. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നതാണ്. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നതാണ് ചന്ദ്രശങ്കര. D/T ആണ് ഇതിൻ്റെ വെറൈറ്റി. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്തവും ചേർന്നതാണ്. T/D ആണ് ലക്ഷഗംഗ വെറൈറ്റി. നെല്ലിൻ്റെ വെറൈറ്റികളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നെല്ലിലുള്ള വെറൈറ്റികളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറിൻ്റെ വെറൈറ്റികളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയറിൻ്റെ വെറൈറ്റികളാണ്. പച്ചമുളകിൻ്റെ വെറൈറ്റികളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളകിൻ്റെ വെറൈറ്റികളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ടയ്ക്കയുടെ വെറൈറ്റികളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയ്ക്കയുടെ വെറൈറ്റികളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ വെറൈറ്റികളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വഴുതനയുടെ വെറൈറ്റികളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളിയുടെ വെറൈറ്റികളാണ് മുക്തി, അനഘ, അക്ഷയ. തക്കാളിയിലെ വെറൈറ്റികളാണ് മുക്തി, അനഘ, അക്ഷയ. പ്രിയങ്ക എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലാണ്. മണ്ണുത്തിയിലെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള പാവലാണ് പ്രിയങ്ക. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് കേരള കാർഷിക സർവകലാശാല, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ CTCRI, IISR അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച്, RRII റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, CPCRI കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തിയാണ്. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തിയാണ്.
കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് കോഴിക്കോടാണ് ആസ്ഥാനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ചിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഒരു ചെടിയുടെ കോശങ്ങളിൽ നിന്ന് അനേകം ചെടികൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ കോശങ്ങളിൽ നിന്ന് അനേകം ചെടികൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ എന്നിവ ടിഷ്യൂ കൾച്ചറിലൂടെ നിർമ്മിച്ചെടുക്കാറുണ്ട്. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ എന്നിവ ടിഷ്യൂ കൾച്ചർ വഴി നിർമ്മിക്കാറുണ്ട്. പ്രധാന വിളകൾക്കിടയിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് ഇടവിള അല്ലെങ്കിൽ ഇൻ്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. ഇൻ്റർ ക്രോപ്പ് അല്ലെങ്കിൽ ഇടവിള എന്ന് പറയുന്നത് പ്രധാന വിളകൾക്കിടയിൽ മറ്റ് ക്രോപ്പുകൾ കൃഷി ചെയ്യുന്നതാണ്. ഒരു വിള കൃഷി ചെയ്തതിന് ശേഷം മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് വിള പര്യയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വിള കൃഷി ചെയ്തതിന് ശേഷം മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് വിള പര്യയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. പയറുവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. പയറുവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. ഈ ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റും. ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾക്ക് ഉദാഹരണമാണ് പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയവ. ഒറ്റ വൈക്കോൽ വിപ്ലവം ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മസനോബു ഫുക്കുവോക്ക. ജപ്പാൻകാരനായിട്ടുള്ള വ്യക്തിയാണ് മസനോബു ഫുക്കുവോക്ക. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. നാരുവിളയ്ക്ക് ഉദാഹരണമാണ് പരുത്തി. ചണം നിർമ്മിക്കുന്നത് തണ്ടിൽ നിന്നാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നും നാരുകളെടുത്താണ് ചണം നിർമ്മിക്കുന്നത്. സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് കൃഷിയും കന്നുകാലി വളർത്തലും ഒരുമിച്ച് നടത്തുന്നതിനെയാണ്. കൃഷിയും കന്നുകാലി വളർത്തലും ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെസനാണ് പ്രകാശവിസ്മയങ്ങൾ. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്നു. അതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്നതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ദർപ്പണങ്ങൾ പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ്. മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം ക്രമരഹിതമായിട്ടാണ് പ്രതിപദിക്കുന്നത്. അതിനെയാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം ക്രമരഹിതമായി പ്രതിപദിക്കുന്നതിനെയാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം. ഉപരിതലം സമതലമായിട്ടുള്ള ദർപ്പണമാണ് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ. സമതല ദർപ്പണത്തിലെ പതന കിരണത്തിൻ്റെയും പ്രതിപതന കിരണത്തിൻ്റെയും ഗ്രാഫാണിത്. സമതല ദർപ്പണത്തിൽ നിന്നും ലംബമായി വരച്ചിരിക്കുന്നതാണ് നോർമൽ ലൈൻ എന്ന് പറയുന്നത്. ഇത് കേന്ദ്രമാക്കിയാണ് പതന കോണിൻ്റെയും പ്രതിപതന കോണിൻ്റെയും അളവ് കണ്ടെത്തുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 9ാം ക്ലാസ് എത്തുമ്പോൾ കുറച്ചുകൂടെ ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതാണ് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേഷൻ എന്ന് പറയുന്നത്. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതാണ് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ണാടി കാണുന്ന സമയത്ത് നമ്മുടെ വലത് ഭാഗം ഇടത് ഭാഗത്തായിട്ടും ഇടത് ഭാഗം വലതായിട്ടുമാണ് നമുക്ക് കാണുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും ദർപ്പണത്തിനുള്ളിൽ കാണുന്നതുമായ പ്രതിബിംബമാണ് മിഥ്യാ പ്രതിബിംബം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും ദർപ്പണത്തിനുള്ളിൽ കാണുന്നതുമായ പ്രതിബിംബമാണ് മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വെർച്വൽ ഇമേജ്. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ സാധിക്കും. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ് കോൺവെക്സ് ദർപ്പണം. ദർപ്പണമാണ്, ലെൻസ് അല്ല. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ്. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്.
വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ഇതിൽ ലഭിക്കുന്നത്. കൂടുതൽ വിസ്തൃതിയുള്ള ദൃശ്യമായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാവുന്നത്. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞു നിൽക്കും. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. കൂടുതൽ വിസ്തൃതിയിൽ ദൃശ്യമാകും. ഇതെല്ലാമാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത. കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രത്യേകതകളാണ്: പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കും. പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത് കോൺകേവ് ദർപ്പണമാണ്. ഷേവിംഗ് മിററായിട്ടും ടോർച്ചിലെ റിഫ്ലക്ടറായിട്ടും ഡോക്ടർമാർ ഉപയോഗിക്കുന്നതും കോൺകേവ് ദർപ്പണമാണ്. ഷേവിംഗ് മിററായിട്ടും ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഡോക്ടർമാർ ഉപയോഗിക്കാറുണ്ട്. വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായതാണ് സമതല ദർപ്പണം. നിരപ്പായതാണ് സമതല ദർപ്പണം. മുഖം നോക്കാനും കാലിഡോസ്കോപ്പ് നിർമ്മിക്കാനും സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. സമാനമായ പ്രതിബിംബമാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്നത്. ആവർത്തന പ്രതിപതനം ഇതിൽ സാധ്യമാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. വെള്ളത്തിലിട്ട പെൻസിൽ വളഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുന്നത് അപവർത്തനം കാരണമാണ്. വെള്ളത്തിൽ നാണയം നമുക്ക് വലുതായിട്ട് തോന്നും. വെള്ളത്തിലിട്ട ഒരു നാണയം നമുക്ക് വലുതായിട്ടാണ് തോന്നുക. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മദ്യം കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായതാണ് കോൺകേവ് ലെൻസ്. മദ്യം കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ്. പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നത് കോൺകേവ് ലെൻസാണ്. പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ. ഇവിടെയെല്ലാം കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ലെൻസായിട്ടും മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ ഇവിടെയെല്ലാം ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഘടകവർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിലാണ് അപവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രകീർണനം സംഭവിക്കുന്നത്. അടുത്ത ലെസനാണ് ആസിഡുകളും ആൽക്കലികളും. ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിറ്റ്മസ് പേപ്പർ. അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ചെമ്പരത്തി പേപ്പർ. ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് നമുക്ക് ചെമ്പരത്തി പേപ്പർ ഉപയോഗിക്കാം. ആസിഡ് ലിറ്റ്മസിനെ ചുവപ്പ് നിറത്തിലാണ് ആക്കുന്നത്. ആസിഡ് ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറത്തിലാക്കുന്നു. എല്ലാ ആസിഡുകളും പുളി രുചിയുള്ളവയാണ്. എല്ലാ ആസിഡിനും പുളി രുചിയാണ് ഉള്ളത്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. മോരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് മാലിക് ആസിഡ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഒരു ആസിഡും ഒരു ലോഹവും തമ്മിൽ ചേരുന്ന സമയത്ത് ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയ വ്യക്തി ലാവോസിയയാണ്. ലാവോസിയാണ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ചോക്ക്, മുട്ടത്തോട്, മാർബിൾ ഇതിലടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ചോക്കിലും മുട്ടത്തോടിലും മാർബിളിലും അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. ഇവിടെ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. തീ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്.
അപ്പക്കാരം എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. ഉറുമ്പിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ഉറുമ്പിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ആൽക്കലി ചുവന്ന ലിറ്റ്മസിനെ നീല നിറത്തിലാണ് ആക്കുന്നത്. ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നത് ആൽക്കലിയാണ്. ആൽക്കലിക്ക് കാരരുചിയാണുള്ളത്, വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. ആൽക്കലികൾക്ക് കാരരുചിയാണ്, വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. ചുണ്ണാമ്പ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് സോഡയിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ആസിഡ്, ആൽക്കലി എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ആസിഡ്, ആൽക്കലി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സൂചകങ്ങൾ. പ്രകൃതിദത്തമായി ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ചെമ്പരത്തിപ്പൂവ്, മഞ്ഞൾ, ബീട്രൂട്ട്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ചെമ്പരത്തിപ്പൂവ്, മഞ്ഞൾ, ബീട്രൂട്ട്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. ഫിനോഫ്തലിനെ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത്, ആൽക്കലിയിൽ ഇളം മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. മീഥൈൽ ഓറഞ്ചിൻ്റെ നിറം ആസിഡിൽ ഇളം പിങ്കും ആൽക്കലിയിൽ ഇളം മഞ്ഞയുമാണ്. മഞ്ഞളിൻ്റെ നിറം ആസിഡിൽ മഞ്ഞ നിറവും ആൽക്കലിയിൽ ചുവപ്പ് നിറവുമാണ്. ആസിഡും ആൽക്കലിയും ചേരുന്ന സമയത്ത് ലവണവും ജലവുമായി മാറും. ആസിഡും ആൽക്കലിയും ചേരുന്ന സമയത്ത് ലവണവും ജലവുമായി മാറുന്നു. ഇതിനെയാണ് നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും ചേരുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡും ജലവുമാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും ചേരുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡും ജലവുമായിട്ട് മാറുന്നു. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് കുമ്മായം. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ചേർക്കുന്നത് കുമ്മായമാണ്. pH വാല്യൂ 7 ന്യൂട്രൽ എന്ന് പറയുന്നത്. വെള്ളം ന്യൂട്രലാണ്. 7 കുറവാണ് pH എങ്കിൽ ആസിഡിലാണ് വരുന്നത്. 7 കുറവ് pH ഉള്ളതെല്ലാം ആസിഡാണ്. 7 കൂടുതലാണ് pH എങ്കിൽ അത് ആൽക്കലിയാണ്. അച്ചാറുകൾ കേടുവരാതിരിക്കാൻ ചേർക്കുന്നതാണ് വിനാഗിരി. അച്ചാറുകളിൽ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ പാനീയങ്ങളിൽ ചേർക്കുന്നത് സിട്രിക് ആസിഡാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ പാനീയങ്ങളിൽ ചേർക്കുന്നത് സിട്രിക് ആസിഡാണ്. രാസവളം, പെയിൻറ്, ഡൈ നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡുകളാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. രാസവളം, പെയിൻറ്, ഡൈ നിർമ്മാണം എന്നിവയിൽ ഉപയോഗിക്കുന്ന ആസിഡുകളാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. മോട്ടോർ വാഹനത്തിലെ ബാറ്ററികളിൽ കാണപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. മോട്ടോർ വാഹനത്തിലെ ബാറ്ററികളിൽ കാണപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. മഷി, തുകൽ നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത് ടാനിക് ആസിഡാണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ടാനിക് ആസിഡാണ്. സോപ്പ്, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ വ്യാവസായിക ആവശ്യത്തിനായിട്ട് മലിനജലം ശുദ്ധീകരിക്കാൻ എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആൽക്കലിയാണ്. ആൽക്കലി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ് നിർമ്മാണം, സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി മലിനജലം ശുദ്ധീകരിക്കാൻ. ഇതിനെല്ലാം ആൽക്കലി ഉപയോഗിക്കാറുണ്ട്. അടുത്ത ലെസൺ അന്നപഥത്തിലൂടെ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സ്വയം ആഹാരം നിർമ്മിക്കുന്നവയെ പറയുന്നതാണ് സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ്. സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ്. ആഹാരത്തിനായി മറ്റുള്ളവയെ ആശ്രയിക്കുന്നവരാണ് പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ആഹാരത്തിനായി മറ്റുള്ളവയെ ആശ്രയിക്കുന്നവരാണ് പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ്. പൂർണ്ണ പരാദം അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റിന് ഉദാഹരണമാണ്
ഇത്തിൽ ചെടിയും മൂടില്ലാ താളിയും. പൂർണ്ണ പരാതമാണ് ഇത്തിൽ ചെടിയും മൂടില്ലാ താളിയും. അർദ്ധപരാതത്തിന് ഉദാഹരണം ചന്ദനമാണ്. അർദ്ധപരാതമാണ് ചന്ദനം. വളർച്ചയുടെ ആദ്യഘട്ടം മറ്റു ചെടികളുടെ വേരിൽ നിന്നാണ് ജലവും ലവണവും കണ്ടെത്തുന്നത്. പിന്നീട് സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ടാണ് അർദ്ധപരാതമെന്ന് അറിയപ്പെടുന്നത്. അർദ്ധപരാതത്തിന് ഉദാഹരണം ചന്ദനമാണ്. ശവോപജീവികളാണ് സാപ്രോട്രോഫ്. അതിന് ഉദാഹരണമാണ് മോണോട്രോപ്പ. ശവോപജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ. ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി. ഇൻസെക്ടിവോറസ് അല്ലെങ്കിൽ ഇരപിടിയൻ സസ്യങ്ങളാണ് വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി. മണ്ണിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. മണ്ണിലെ ബാക്ടീരിയകളാണ് അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് ഈ ബാക്ടീരിയകളാണ്. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ലാണ്. അതിൽ തന്നെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. ഏറ്റവും മുകളിലായി കാണപ്പെടുന്നതാണ് ഇനാമൽ. മനുഷ്യനിലെ പാൽ പല്ലുകളുടെ എണ്ണം 20 20 പാൽ പല്ലുകളാണ് ഉള്ളത്. പല്ലുകളെ നമുക്ക് 4ആയിട്ട് പ്രധാനമായും തിരിക്കാം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 8 ഉളിപ്പല്ലാണ് ഉള്ളത്. കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് കോമ്പല്ല്. കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്. 4 കോമ്പല്ലുകളാണ് നമുക്കുള്ളത്. കോമ്പല്ലുകളുടെ എണ്ണം 4. കടിച്ചു കീറാനാണത് സഹായിക്കുന്നത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചർവണകം. 8 അഗ്രചർവണകമാണ് നമുക്കുള്ളത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചർവണകം. 8 എണ്ണമാണ് ഉള്ളത്. ചവച്ചരയ്ക്കാൻ തന്നെ സഹായിക്കുന്ന പല്ലാണ് ചർവണകം. 12 ചർവണക പല്ലുകളാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ പ്രായപൂർത്തിയായ ഒരാളിൽ 32 പല്ലുകളാണ് കാണപ്പെടുന്നത്. അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് അറിയപ്പെടുന്നത്. അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ചെറുകുടലിൻ്റെ നീളം 6 മീറ്ററാണ്. ചെറുകുടലിൻ്റെ നീളം 6 മീറ്ററാണ്. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. 6 മീറ്റർ നീളമാണ് ചെറുകുടലിനുള്ളത്. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. വൻകുടലിൻ്റെ നീളം 1.5 മീറ്ററാണ്. വൻകുടലിൻ്റെ നീളം 1.5 മീറ്ററാണ്. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങളാണ് ഇൻജഷൻ അല്ലെങ്കിൽ ആഹാര സ്വീകരണം, ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം, അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം, എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം. ഭക്ഷണത്തെ ലളിത ഘടകമാക്കുന്നതാണ് ദഹനം. ലളിത ഘടകമാക്കി മാറ്റുന്നതാണ് ദഹനം. ദഹിച്ച ആഹാരത്തെ ശരീരം സ്വീകരിക്കുന്നതാണ് ആഗിരണം. ദഹിച്ച ആഹാരത്തെ ശരീരം സ്വീകരിക്കുന്നതാണ് ആഗിരണം. ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ആഹാരത്തിലെ ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതാണ് സ്വാംശീകരണം. അവസാനത്തെ ഘട്ടമാണ് വിസർജനം. രക്തത്തിൻ്റെ ധർമ്മങ്ങളാണ് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോവുക, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിക്കുക, ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്യുക, കരളിൽ നിന്ന് യൂറിയ കൊണ്ടുപോവുക. ഇതെല്ലാം രക്തത്തിൻ്റെ ധർമ്മമാണ്. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിക്കുന്നത് രക്തമാണ്. ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. കരളിൽ നിന്ന് യൂറിയ കൊണ്ടുപോകുന്നതും രക്തമാണ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം 96%. 96% ജലമാണ് മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് വിയർപ്പാണ്. ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് വിയർപ്പാണ്. അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണമെന്ന് പറയുന്നത്. അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. അടുത്ത ലെസൺ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ അറിയപ്പെടുന്ന പേരാണ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ്.
കൂടുതൽ വൈദ്യുതി ഒഴുകി വൈദ്യുത ഉപകരണം കേടാവാതിരിക്കാനാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വൈദ്യുതി ഒഴുകി വൈദ്യുത ഉപകരണം കേടാവാതിരിക്കാനാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഫ്യൂസിന് പകരമായി ഉപയോഗിക്കുന്നതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്നതാണ് MCB. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. വൈദ്യുത ഉപകരണങ്ങളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കാണിക്കുന്നത് ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയെയാണ്. വൈദ്യുത ഉപകരണം വാങ്ങുന്ന സമയത്ത് അതിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ടാവും. ആ സ്റ്റാറുകളുടെ എണ്ണം കാണിക്കുന്നത് ആ ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയാണ്. സ്റ്റാർ കൂടുന്നതിനനുസരിച്ച് അതിന് ഊർജ്ജക്ഷമത കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് 7ാം ക്ലാസ്സിലെ സയൻസിലെ പാർട്ട് 1 ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്